ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കുറച്ച് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ ദുഃഖവെള്ളിക്ക് എടുത്തു വെച്ച വീഡിയോ ആണ്. അത് പോസ്റ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഇന്നാണ് കേട്ടോ കഴിഞ്ഞത്. അപ്പോൾ ദേ രാവിലെ തന്നെ ഞങ്ങൾ കൃപാസനത്തിലോട്ട് പോകാനാണ് കേട്ടോ ഇറങ്ങിയത്. ഞങ്ങൾ ബസ് നോക്കി നിൽക്കുവാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പൊൻകുന്നം സ്റ്റാൻഡിൽ വന്നു. പൊൻകുന്നം സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ ചങ്ങനാശ്ശേരി കയറി അങ്ങനെ പോകാമെന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പോൾ ഒരു ഒറ്റ ബസ് കിട്ടി കേട്ടോ. ഹരിപ്പാട് ബസ്സായിരുന്നു. ആലപ്പുഴ ഇറങ്ങാം, പക്ഷേ മണ്ണാർശാല ചക്കുളത്തുകാവൊക്കെ പോയിട്ടേ ആലപ്പുഴയ്ക്ക് പോകുന്നുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കാണ് കേട്ടോ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ബസ് പോകാനൊരു 10 മിനിറ്റ് താമസം ഉണ്ടായിരുന്നു കേട്ടോന്നേ. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കുകയാണ് അവിടെ ഇരുന്നുകൊണ്ട്. പിന്നെ ബസ് എടുത്തു കേട്ടോന്നേ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10-10:30 ആകുമ്പോൾ ചെല്ലും എന്നുള്ള രീതിക്കാണ് കേട്ടോ ഇവിടുന്ന് പോകുന്നത്. ഞാൻ 3ാമത്തെ വട്ടമാണ് കേട്ടോ കൃപാസനം അമ്മയുടെ അടുത്ത് പോകുന്നത്, മാതാവിൻ്റെ പള്ളിയിൽ പോകുന്നത്. അപ്പം നമുക്ക് 2 കാര്യങ്ങൾ മാതാവ് നടത്തി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും നേർച്ച നേർന്നു കഴിഞ്ഞാൽ പോകണമല്ലോ. അതിപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ പോകണം. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ഫോൺ എടുക്കുമ്പോഴേ അവൾ ഓരോരോ കോപ്രായങ്ങൾ കാണിക്കും കേട്ടോ. അവൾക്ക് ഈ ക്യാമറ കാണുമ്പോൾ ഓരോരോ കോപ്രായങ്ങൾ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ചങ്ങനാശ്ശേരി സ്റ്റാൻഡിലെത്തിയപ്പം ആലപ്പുഴ ബസ് കിടപ്പുണ്ട്. ആലപ്പുഴ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ എത്താറായി. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല കേട്ടോ. ഫുഡൊന്നും കഴിക്കാതെയാണ് നമ്മൾ കയറിയത്. അപ്പം കയറി കഴിഞ്ഞിട്ട് പിന്നെ സീറ്റ് തപ്പുന്നതാണ് കാണുന്നത്. ചേട്ടായിക്ക് എപ്പോഴും വിൻഡോ സൈഡിൽ ഇരിക്കണം കേട്ടോ. ഞാൻ തൊട്ടിപ്പുറത്ത് ഇരിക്കും, ചേട്ടായി വിൻഡോ സൈഡിലാണ് കേട്ടോ ഇരിക്കുള്ളൂ. ഫസ്റ്റിൽ തന്നെ കയറി വിൻഡോ സൈഡിൽ ഇരുന്നിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞിട്ട് ഇരിക്കാൻ പോവുകയാണ്. ഇരിക്കുക. അപ്പോൾ ഞങ്ങൾ ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലോട്ടറി എടുക്കാൻ വേണ്ടി ഒരു ചേട്ടൻ വന്നു കേട്ടോന്നേ. ലോട്ടറി എടുക്കുമെന്ന് വെച്ച് കുറേ നേരം വർത്തമാനം പറഞ്ഞ് ചേട്ടയുടെ അടുത്ത് വന്ന് നിൽക്കുമായിരുന്നു. പിന്നെ അവിടുന്ന് വീണ്ടും ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് കൃപാസനം ബസ്സിൽ കയറി. അവിടുന്ന് ഒരു 20-25 രൂപ അകലോട്ട് കൃപാസനത്തിലോട്ട്. വലിയധികം ദൂരമില്ല. നമ്മൾ KSRTC ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തും. അപ്പോഴും ഞാൻ ഈ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും കുഞ്ഞാപ്പി ഭയങ്കര നോട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോന്നേ. പിന്നെ മാതാവിൻ്റെ പള്ളിയിലെത്തി. അപ്പോൾ അതുപോലെ തിരക്കുകളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് മാതാവിനെ ശരിക്കും അടുത്ത് കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റി. സാധാരണ എല്ലാ തവണയും ചെല്ലുമ്പോഴത്തേനും എനിക്കങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഞാൻ കുറേ തവണ പ്രാർത്ഥിച്ചു. പള്ളിക്കകത്തും കയറിയിരിക്കാൻ പറ്റി. അത്യാവശ്യം കുറച്ച് തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ക്യൂ നിന്നാണ് മാതാവിനെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ തിരക്കുണ്ടോയെന്ന് ചോദിച്ചാൽ തിരക്കുണ്ടായിരുന്നു താനും. എന്നാൽ നമുക്ക് കുഴപ്പമില്ലാതെ അത്ര തിരക്കുമായിരുന്നു കേട്ടോന്നേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും മാതാവിൻ്റെ കൊന്ത മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഒരു കൊന്തയും വാങ്ങി. പിന്നെ മാതാവിൻ്റെ കാശുരൂപം മേടിച്ചു കേട്ടോന്നേ. അപ്പം നല്ല വെയിലാണ്. ഈ വെയിലത്താണ് കേട്ടോ ഇവർ ഈ കച്ചവടമായിട്ടിരിക്കുന്നത്. ഭയങ്കര ചൂടാണ്. ഒരു കോടയൊക്കെ വെച്ച് അവിടെ അടിയിൽ ആരും ഉണ്ടായിട്ടോ. പക്ഷെ എന്നാലും ഭയങ്കര ചൂടാണ്. കാര്യം പറഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു. പിന്നെ കടയൊന്നും ഇല്ലെന്നോർത്ത് കുഞ്ഞിന് കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി മേടിച്ചില്ല. ചപ്പാത്തി ഞങ്ങൾ ഉണ്ടാക്കി കൈ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിരുന്നപ്പോൾ ആ അമ്മ അവിടെ സ്ഥിരം ഇരിക്കുന്നതൊക്കെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അറിയില്ല. എന്താണേലും ഞങ്ങളോട് ചപ്പാത്തി കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് പിന്നെ അത് കൊടുക്കേണ്ടി വന്നു കേട്ടോന്നേ. എന്തോ മാതാവ് ഞങ്ങളെ പരീക്ഷയാണോ എന്നും അറിയില്ല. അങ്ങനെ അമ്മയ്ക്ക് ആ ഫുഡ് കൊടുത്തതുകൊണ്ട് ഞങ്ങളുടെ കാപ്പിയുടെ കാര്യം മുടങ്ങി. അപ്പോൾ ഒരാളുടെ വയറ് നിറയാൻ സാധിച്ചതിൽ ഞങ്ങൾ, അതിപ്പോൾ ആരും ആയിക്കോട്ടെ, ആരോരും ഇല്ലാതിരിക്കുന്നവരല്ലേ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി. ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഇങ്ങനെ ഗ്യാസിൻ്റെ ലഭ്യതക്കുറവ് കൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സാധാരണ 10-11 മണി ആ ഒരു സമയത്തൊക്കെ ബിരിയാണി കിട്ടുന്നതാണ്. പക്ഷേ ബിരിയാണി ഒന്നും ഇല്ലായിരുന്നു. മസാല ദോശയായിരുന്നു. മസാല ദോശയൊക്കെ കഴിച്ചു. ഞങ്ങളിതേ അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്.
പിന്നെ ദേ ഞങ്ങൾ ആലപ്പുഴ സ്റ്റാൻഡിലെത്തി. ഇനിയിപ്പോൾ ഡയറക്റ്റ് ഞങ്ങൾ ചങ്ങനാശ്ശേരി ചെന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു. അപ്പോഴത്തേനും സമയം ഉച്ചയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണമല്ലോ. മസാല ദോശ കഴിച്ചിട്ട് ഞങ്ങൾ വയറ് നിറഞ്ഞില്ലായിരുന്നു ഗൈസ്. പിന്നെ ദേ ഞങ്ങൾ ചങ്ങനാശ്ശേരിക്ക് കയറി. ചങ്ങനാശ്ശേരി ചെന്നിട്ട് വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ചു. ചങ്ങനാശ്ശേരിക്ക് കയറി ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോഴത്തേനും ഭയങ്കര ദാഹമായിരുന്നു കേട്ടോ. ഭയങ്കര രാവിലെ പോയേക്കാളും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചായിരുന്നു കേട്ടോ. മുടിയൊക്കെ ഒരു കോലമായി, മുടിയൊക്കെ അപ്പടി പോയിട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ കെട്ടാറുള്ളൂ ഹെയറൊക്കെ. അപ്പോൾ അവിടെ ഇരിക്കുകയാണ്, പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. പിന്നെ വണ്ടി എടുത്തു, ചങ്ങനാശ്ശേരിക്ക് വണ്ടി എടുത്തു. പിന്നെ ചങ്ങനാശ്ശേരിയിൽ ഒരു കടയിൽ കയറി കുഴിമന്തി കഴിക്കാമെന്ന് വിചാരിച്ച് കയറി. അപ്പോൾ കയറിയപ്പോഴത്തേനും വണ്ടി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് എന്നായാലും സീറ്റ് കിട്ടി കേട്ടോ ഇരിക്കാൻ. അപ്പോൾ കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട്, അവൾ ഉറങ്ങിയായിരുന്നു കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവൾ ഇച്ചിരി അലമ്പായിരുന്നു, പിണങ്ങിയൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ ഫുഡ് വന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചേട്ടായി വിളമ്പി തരികയാണ്. അപ്പോൾ അവൾ പിണങ്ങിയിരിക്കുകയാണ്. എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞ് പിണങ്ങിയിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ ചേട്ടായി ഞങ്ങൾക്ക് റൈസൊക്കെ അവൾക്കും ഒരു പാത്രത്തിനകത്ത് സെപ്പറേറ്റ് ഇട്ടു. അപ്പോൾ അവൾക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞ് മാറ്റിയൊക്കെ വെച്ച് കിട്ടുമെന്നേ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ പൊൻകുന്നം ബസ്സിന് കയറി നേരെ പോകാമെന്ന് ഓർത്തുകൊണ്ടാണ്. ഭയങ്കര ചൂടും ഭയങ്കര ആവിയാണ് കേട്ടോ. അപ്പോൾ ചേട്ടായി പോയി ഒരു സ്പ്രൈറ്റ് മേടിച്ചുകൊണ്ട് വന്നു. എനിക്ക് സ്പ്രൈറ്റ് അവിടെ നിന്ന് കടയിൽ നിന്ന് കുടിച്ചതാണ്. അപ്പോൾ മന്തി കഴിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് ദാഹം കൂടുമല്ലോ. അപ്പോൾ സ്പ്രൈറ്റ് എന്താരെ കുടിച്ചാലും തണുത്തത്, ഞാനങ്ങനെ തണുത്ത വെള്ളം കുടിക്കുകയില്ലാത്തതാണ്. പക്ഷെ ഞാൻ കുറേ കുടിച്ചിട്ട് ഒരു കോലമായി വെയിലടിച്ചിട്ട് അർത്തുങ്കലൊക്കെ പോകണമെന്ന് ഓർത്തായിരുന്നു. പക്ഷെ നമ്മുടെയൊക്കെ ബസ്സില്ലാത്തൊരു ദിവസമായതുകൊണ്ട് തന്നെ അർത്തുങ്കലൊന്നും കയറിയല്ല. പിന്നെ തിരിച്ചു പോവാമെന്ന് വിചാരിച്ചു. കാരണം വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് വേണം ചോറും കറിയും എല്ലാം വെക്കാൻ. അപ്പോഴത്തേനൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഭയങ്കരമായിട്ട് മടുത്തു കിട്ടുമെന്ന്. അത്രയും ഒന്ന് അവിടെ തന്നെ പോയപ്പോൾ തന്നെ മടുത്തു. അപ്പോൾ പിന്നെ നമ്മൾ അവിടെയും കൂടെ പോയിട്ട് വരുവാണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം ലേറ്റും ആകും. അതുകൊണ്ട് പിന്നെ അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ വെയിൽ. അപ്പോൾ ഞങ്ങളിത് തിരിച്ചു പോവുകയാണ് ഗൈസ്. വീട്ടിലെത്തി. അവിടുത്തെ ബസ് സ്റ്റോപ്പിലെത്തി. വീട്ടിലോട്ട് പോവുകയാണ്.